Hello, Assalamu alaikum warahmatullahi wabarakatuh. So, before starting this video, ഞാനൊരു കാര്യം പറയാം. I'm not a Mauladi or a Ustadi and ഞാൻ ഇങ്ങനെ അല്ല usually dress ചെയ്യുന്നത്. I just finished my prayer, so I'm in this dress. അപ്പം ഞാൻ ഇങ്ങനെ ഇപ്പോൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. So, I'm going to discuss how to stop distraction from Salah. നിസ്കരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡിസ്ട്രാക്ഷൻ വരുമല്ലോ. ഐ എം പ്രിറ്റി മച്ച് ഷുവർ ഈ വീഡിയോ കാണുന്ന പലർക്കും ആ ഒരു ഡിസ്ട്രാക്ഷൻ എപ്പോഴെങ്കിലും ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴാണ് ഡിസ്ട്രാക്റ്റ് ആവുന്നത്, അതായത് നമ്മൾ എന്ത് ചിന്തിച്ചിട്ടാണ് ഡിസ്ട്രാക്റ്റ് ആവുന്നത്, ആദ്യം നമ്മളത് മനസ്സിലാക്കാം. ഒബ്വിയസ്ലി കൂടുതൽ സമയം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവുമെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ. അതായത് ഇപ്പോൾ ഞാൻ ലുഹർ നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പുണ്ടാവും. നമ്മൾ വിശന്നിട്ടായിരിക്കും നിസ്കരിക്കാനായിട്ട് കയറുന്നത് ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ഫുഡിനെ പറ്റി ചിന്തിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ ഇടയിൽ നിസ്കരിക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മളെന്താ ഇനി നെക്സ്റ്റ് വർക്ക് ചെയ്യാനുള്ള എന്താ അത് ചിന്തിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആരെങ്കിലും അടുത്ത് എന്തെങ്കിലും പറയാനുണ്ട്, അത് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ പ്രേയറിന് നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവും. അത് പലപ്പോഴും പലരും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഇൻക്ലൂഡിങ് മീ. സോ ഐ വാസ് സെർച്ചിങ് എങ്ങനെയാണ് ഈ ഡിസ്ട്രാക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് എന്താ പറയുക, ഞാനും ഐ എം ലേണിംഗ് ഡെയിലി. I love to read things related to നമ്മുടെ ഈമാൻ ബിൽഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അത് ഇഷ്ടമാണ്. അപ്പോൾ അത് വായിക്കുന്നു ഞാനിപ്പോൾ. സോ ഐ തോട്ട് ഐ ഷെയർ ഇൻ മൈ യൂട്യൂബ് ചാനൽ, ഇൻ ദിസ് ചാനൽ. ആൻഡ് ഐ എം യൂസിങ് ദിസ് മൈക്ക് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. സോ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ചിലപ്പോൾ വോയിസ് പ്രോപ്പർലി വരത്തില്ലായിരിക്കും, ഐ ഡോണ്ട് നോ. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഡിസ്ട്രാക്റ്റ് ആവുന്നത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മൾ നിസ്കരിക്കാനായിട്ട് ഈ ഡിസ്ട്രാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയാൻ, നമ്മൾ നിസ്കരിക്കാനായിട്ട് കയറുമ്പോൾ അല്ലാഹു അക്ബർ പറയുന്ന മുമ്പ് നമ്മൾ നിയത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എൻ്റെ ലാസ്റ്റ് പ്രെയർ ആയിരിക്കാം അല്ലേ. നമുക്ക് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ ലുഹർ നിസ്കരിക്കുകയാണെങ്കിൽ ഇനി അസർ ബാങ്ക് വിളിക്കുന്നവരെ നമ്മൾ ഉണ്ടാവും നമുക്കറിയില്ല. അപ്പം പഠിച്ചോണ്ട് മുമ്പിലാണെങ്കിലും നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ കൈ കിട്ടുന്നത്. ഇനി ചിലപ്പം ശരിക്കും പഠിച്ചോണ്ട് മുമ്പിലായിരിക്കും നമ്മൾ നിൽക്കേണ്ടി വരാം. അന്ന് റബ്ബ് ചോദിക്കുമ്പോൾ, ഈ ദുനിയാവിൽ നീ എൻ്റെ മുമ്പിൽ വന്ന് നിസ്കരിക്കാനായിട്ട് കൈ കെട്ടിയപ്പോൾ വേറെ ചിന്തിച്ചുകൊണ്ടിരുന്ന് പിന്നെ എനിക്ക് മാപ്പ് ചോദിക്കാൻ, ഫോർഗീവ് ചെയ്യാൻ ചോദിക്കാൻ, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി എന്ന് വരത്തില്ല. അപ്പം നാളെ റബ്ബ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? അതൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് നമ്മൾ പ്രോപ്പർലി ചെയ്താലേ നമുക്ക് ഈ ലോകത്തും ആഖിറത്തിലും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും നിസ്കരിക്കാൻ കയറുമ്പോൾ ചിന്തിക്കുക, നമുക്ക് എന്ത് വേണമെങ്കിലും, അതായത് നെക്സ്റ്റ് ചെയ്യാനുള്ള കാര്യം നമുക്കത് സക്സസ്ഫുൾ ആവണമെങ്കിൽ തന്നെ നമ്മൾ റബ്ബിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരാളോട് ഹെൽപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ ഒരാളോട് പൈസ ചോദിക്കണം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ആ സമയത്ത്. അല്ലെങ്കിൽ എനിക്ക് ഇത്ര കടമുണ്ട്, എനിക്ക് ഈ കടം വിടണം, അതിനുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അത് കടം വിടാൻ ഉള്ള രീതിയാണെങ്കിലും അതിൻ്റെ വഴികളാണെങ്കിലും, ഇല്ലെങ്കിൽ എന്താ ഒരാൾ എനിക്ക് പൈസ തരുന്ന ആള് പൈസ തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എൻ്റെ കയ്യിൽ എത്തണമെങ്കിൽ അല്ലാഹു അസ്സ വജൽ തീരുമാനിക്കണം. അപ്പോൾ എന്താ, പടച്ചോണ്ടെടുത്ത് നിസ്കരിക്കാനായിട്ട് അള്ളാഹുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിന്നാൽ, കറക്റ്റായിട്ട് ആ നിസ്കരിച്ചാലായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സക്സസ് ആവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അള്ളാഹുടെ അടുത്ത് കോൺസെൻട്രേറ്റ് ആയിട്ട് നിൽക്കുക. മേ ബി നമ്മൾ കോൺസെൻട്രേഷൻ ഇല്ലാതെ നിസ്കരിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല. അങ്ങനെ ചിന്തിക്കുക. പിന്നെ വേറൊരു രീതി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയ വേറൊരു രീതി എന്താണെന്ന് വെച്ചാൽ, ആൻഡ് ഇറ്റ് റിയലി ഡു ഹെൽപ്പ് കേട്ടോ. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഓതുമല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതുമ്പോൾ ഓരോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ഓരോ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ബിസ്മില്ല, അത് നമ്മുടെ മൈൻഡിൽ നമ്മൾ റീഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ വായിക്കുമ്പോൾ എന്താ അലിഫ് ലാം ഹംദ്, അത് നമ്മൾ ലെറ്റേഴ്സ് വായിക്കുമല്ലോ, അത് നമ്മുടെ മൈൻഡിൽ നമ്മൾ റീഡ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ എനിക്കത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് തോന്നി. സോ ഐ എം ഷൂട്ടിംഗ് ദിസ് വീഡിയോ. ആൻഡ് ഇഫ് ഇത് പ്രോപ്പർലി വർക്ക് ആയിട്ടുണ്ടെങ്കിൽ ഐ വിൽ പോസ്റ്റ് ദിസ് വീഡിയോ. And I really hope it will help somebody out there. And if you find it helpful, please do share this with your
ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അവർക്കും അത് ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഐ എം നോട്ട് എ ഉസ്താദി, പിന്നെ ഞാൻ മൗലവി അങ്ങനെ പഠിച്ചിട്ടുള്ള ആരുമില്ല. നിങ്ങളെപ്പോലെ തന്നെ ഐ എം ജസ്റ്റ് എ നോർമൽ ഗേൾ ആൻഡ് ഐ എം ഓൾസോ ലേണിംഗ് ഡേ ബൈ ഡേ. ആൻഡ് യാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.